ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ 2.0. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മമ്മി അടുക്കളയിൽ എന്തോ പാൽക്കപ്പ ഉണ്ടാക്കുന്നുണ്ട്. മമ്മി കുറേ ആയിട്ട് ഉണ്ടാക്കണം പറയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പുറത്തു പോയപ്പോൾ അത് മേടിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ മമ്മി അമ്മച്ചനൊക്കെ ആയിട്ട് പുറത്തു പോയപ്പോൾ ഉണ്ണി പാൽക്കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെയും മമ്മി പറയുന്നുണ്ടായിരുന്നു ഉണ്ടാക്കണം എന്ന്. അപ്പം ഇപ്പം എന്തായാലും മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, മമ്മി ഇവിടെ വേറെ വ്ളോഗിങ്ങിലാണ്. ഓക്കെ, ഓക്കെ. ഇല്ല, ഷോർട്സിൽ കാണില്ല. അപ്പം മിണ്ടില്ലേ? മൗനൂറുതാണോ? റെസിപ്പി പറഞ്ഞേ. ആ, ചെയ്യും അതുപോലെയൊക്കെ. ഓ ഇല്ല, ഞാൻ ചെയ്യുമ്പോ ഞാൻ മാത്രം ചെയ്താൽ മതി. ഹലോ, പിന്നെ ഒരു കാര്യം പറയണം. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഐസ് ക്യൂബ് കഴിക്കാൻ നിർത്തി ഗൈസ്. കാരണം പിന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ ഇപ്പൊ ഇവിടെ പറയാൻ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഐസ് ക്യൂബ് നിർത്തി ഗൈസ്. എനിക്കിപ്പോ കഴിക്കാനൊന്നും തോന്നില്ല. വേണമെങ്കിൽ നിർബന്ധമില്ല, ഒരു പീസ് കഴിക്കാം. എപ്പോഴും കഴിക്കാനും തോന്നാറില്ല. വെറുതെ ഒരു വായൊക്കെ വെക്കാന്നാണ് ഇവിടെ പറയാൻ വരുന്നത്. പറയണത് ഞാൻ ഐസ് ക്യൂബ് കഴിക്കൽ നിർത്തി. കാരണം എനിക്ക് ഇപ്പൊ കഴിക്കാൻ തോന്നുന്നില്ല. കാരണം എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടായിരുന്നു കഴിക്കാൻ തോന്നിയിരുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് കഴിക്കാൻ ഇഷ്ടക്കേട് ഒരു ഇഷ്ടക്കേടില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു അഡിക്ഷൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ അയൺ കുറവായതിന്റെ മരുന്ന് കഴിച്ചായിരുന്നു. ഇപ്പൊ ഇല്ല കേട്ടോ. ഒരു മാസത്തെ ഞാൻ കഴിച്ചിട്ടുള്ളൂ തോന്നുന്നു. ഒരു മാസം 2 മാസം, ഒരു മാസം തോന്നുന്നു. അപ്പൊ എന്തായാലും കഴിച്ചപ്പോ എനിക്ക് പിന്നെ ബ്ലഡ് HB കുറവായി. അങ്ങനെ അതിന് കുറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ ഒരു മാസം. അപ്പൊ എന്തായാലും ഇപ്പൊ എനിക്ക് ഐസ് ക്യൂബ് കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷെ അപ്പോഴും എരിവ് ശീലമായല്ലോ. അപ്പൊ എരിവൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഉച്ചക്കൊക്കെ എരിവ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഫ്രീസർ ഓട്ടോമാറ്റിക്കലി തുറക്കാൻ തോന്നും. അപ്പൊ ഞാൻ തുറക്കും. തുറന്നിട്ട് എടുത്ത് കഴിക്കില്ല. ഓട്ടോമാറ്റിക്കലി തുറക്കാൻ തോന്നുമ്പോ ആ കൈയിട്ട് ഞാൻ വന്നത് കൊട്ടും. അപ്പൊ അവൾ അത് അടയ്ക്കും. മമ്മി എന്തൊക്കെ ഇവിടെ കാട്ടുന്നുണ്ട് ഞാൻ കാണിച്ചു. അത് ജസ്റ്റ് അതൊന്ന് വിട്ടെന്ന് കാണിച്ചു തന്നു ഓണക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ മമ്മി ഇവിടെ തേങ്ങ ഇവിടെ ഇടുന്നുണ്ട്. ഇവിടെ ഇത് നല്ല കട്ടി തേങ്ങ ആൻഡ് ഇത് കുറച്ച് മെലിഞ്ഞ തേങ്ങ, കുട്ടി തേങ്ങ. സോറി ഞാൻ പറഞ്ഞുതരാം. ഇത് സാധാ തേങ്ങ. അത് നമ്മൾ അരച്ചിട്ട് വാവേ നാളികേരപ്പാൽ എടുക്കണം പറഞ്ഞാൽ മതി. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു. ഒരു മണ്ടത്തികൾ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അരച്ചാലാണ് ഈ വെള്ളം വരുള്ളൂ. ഇല്ലാണ്ട് ഇങ്ങനെ പോയി പിഴിയാൻ എന്തെങ്കിലും നമുക്ക് പറ്റില്ലല്ലോ. ബുദ്ധി ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ അരച്ചിട്ട് വേണം ഉണ്ടാക്കുക. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചാലേ ഈ പാല് വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആവും. ഓക്കെ, അടുത്ത ഫ്രോഡ് വരുവാണക്ക്. കണ്ടോ, ശുദ്ധമായ പാൽ. ഇല്ലച്ചാല് വാവ പിടിക്കുന്നു പറഞ്ഞിട്ട് ഇല്ല. ഈ എന്ത് പൊട്ടത്തരാണ് ആൾക്കാര് പറയണത്. വാവ എന്നുള്ള പേരിഞ്ഞ് വലുതായിട്ട് മാറ്റാൻ പറ്റുമോ? അതെ, മാറ്റാൻ പറ്റുമോ? എനിക്ക് പണ്ടില്ലേ സ്കൂളിൽ പഠിക്കുന്ന ടൈം എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ണിയൊക്കെ ഇങ്ങനെ ക്ലാസ്സിക്ക് ബാവ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വരും കേട്ടോ ചെറുപ്പത്തില്. അപ്പൊ ഫ്രണ്ട്സിനും അറിയില്ലല്ലോ അങ്ങനെ. പിന്നെ എല്ലാവർക്കും അറിയാം. എല്ലാരും ഇങ്ങനെ വീഡിയോ കാണുന്നവർക്കൊക്കെ അങ്ങനെ പിന്നെ അവരിങ്ങനെ വാവാന്നൊക്കെ പറയും കേട്ടോ. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. പണ്ട് എനിക്ക് ഇങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാർ വന്നിട്ട് വാവ ഇതാണോ, ഞാൻ ചെറിയ കുട്ടിയെ വിചാരിച്ചു. ഇനിയിപ്പോ വലിയ കുട്ടി വെച്ചിട്ട് പേര് മാറ്റാൻ പറ്റും. അതെന്താന്ന് അറിയാം, ചിലര് കുഞ്ഞു കുട്ടികളുടെ വാവ ഉണ്ണി എന്നൊക്കെ പറയൂലോ. വാവ കുടുംബത്തില് വേറൊരു ഉണ്ണി വാവ പറഞ്ഞിട്ടുള്ള 2 കുട്ടികളുണ്ട്. അവരിപ്പോഴും കല്യാണം കഴിഞ്ഞ് പോയാലും ഞങ്ങൾ അവരുടെ ഉണ്ണി വാവ എന്നൊക്കെ വിളിക്കുന്നത്. അത് പേരാണ് അവരുടെ. പിന്നെ അങ്ങനെ തന്നെ വിളിക്കുക. പിന്നെ വലുതായി ചേട്ട് പിന്നെ കല്യാണി നടാൻ പറ്റുമോ? സോറി, കല്യാണി ചേച്ചിപ്പോ ഒരുപാട് അത് വേണം നമുക്ക് മാറ്റി പിടിക്കാം. മീനാക്ഷി നടാൻ പറ്റുമോ? വേണ്ട, ദിലീപിന്റെ മകള് വരും. നമുക്ക് എന്താ ഇടുക? അവിടെ അടിണ്ടാക്കുക.
അമ്മച്ച നിങ്ങൾ വിചാരിക്കരുത് അവര് സൗണ്ട് വെക്കുമ്പോ അവര് അടി ഉണ്ടാക്കാന്ന്. കാരണം അമ്മമ്മക്ക് വേണ്ടിട്ട് അമ്മച്ച ഉറക്കെ പറയാണ്. ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തല്ലുണ്ടാക്കാന്ന് വിചാരിക്കും. പക്ഷെ അവര് അമ്മച്ചനെ ഉറക്കെ പറഞ്ഞാലേ അമ്മമ്മക്ക് കേൾക്കുള്ളൂ. സത്യട്ടോ, ശരിയാ. നമ്മള് പെട്ടെന്ന് അടി ഉണ്ടാക്കാണ് വിചാരിക്കും. പക്ഷെ നെഹി ഇതോടാണ് അമ്മ ഇവിടെ ഷോർട്സ് എടുക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ചാനൽ ഉണ്ടാവും, എല്ലാരും അതിൽ പോയി കാണണം. ഓക്കെ, അതിൽ പോയി കാണാ. ഇതില് കാണുന്നവര് അത് കാണാത്തുണ്ടെങ്കിൽ പോയി കാണും. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ എന്താ മമ്മി തല പറഞ്ഞു. സോറി, വീഡിയോ കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇത് എന്തിനാ ചോദിക്കാൻ പറഞ്ഞു. ഇതാണ് ഉള്ളി, പച്ചമുളക് ആൻഡ് വെളുത്തുള്ളി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വെക്കണം. നാളെ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇനിയാണ് ആ തുണി എടുക്കും മമ്മി. ഇതിന് മുകളിൽ ഇടുന്നതാണേ. ഇത്ര വെച്ചാ മതിയോ? ഇത് എന്തുണ്ടാക്കാൻ? ആ, പാൽക്കപ്പ. സോറി, മറന്നുപോയി. ഇതൊന്ന് ചതഞ്ഞാ മതി. ഓക്കെ, ഇവിടെ ഇരിക്കേണ്ട ആവശ്യം വരും. നമ്മൾ കുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. വേണ്ട, ഒന്ന് ചതച്ച അതിന്റേതായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ്. കുത്തുമ്പോ നല്ലത്. പക്ഷെ പച്ചമുളക് ഇടുന്നുണ്ടായില്ലേ, അപ്പൊ അത് കുത്തുമ്പോ നമ്മുടെ കണ്ണിക്കൊക്കെ തെറിക്കും. ഓക്കെ, ബൈ. അപ്പൊ ഇതിങ്ങനെ അടച്ചു വെക്കണ ഒരു അരമണിക്കൂർ. എന്ത് വേണ്ടേ? ഇവിടെ എന്താ പറയാ, കപ്പ ഉണ്ട്. പൊട്ടക്കളി കളിക്കണ്ട കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഓക്കെ, അപ്പൊ ഇത് അടച്ചു വെക്കണ്ടെന്ന് പറയുന്നു. പിന്നെ എന്തിനും ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കൊടുത്തുവരിക്കും. ഓക്കെ, ഓ ഇത് ചമ്മന്തി. നമുക്കിത് മുക്കി സോറി ഞാൻ പറഞ്ഞതല്ല. ഞാൻ പെട്ടെന്ന് കപ്പയും ചമ്മന്തിയും ഓർത്തുപോയി. അതല്ല, പാൽ ഒഴിച്ചിട്ടാണ് ആ കപ്പ ഉണ്ടാവുക. ഓ, ചെറിയൊരു ചട്ടി. അയ്യോ ദൈവം, ഇങ്ങനെ ഒരു ചെറിയ ചട്ടി എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത് ആവശ്യമുണ്ട് വാവേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? അടുപ്പ് എത്തിക്കണം, ഡാൻസ് കളിക്കണം. വിട്ടു നിർത്തുന്നവർക്ക് നല്ലതായിരിക്കും. വൈഡിലാണ്. എനിക്ക് ഒരുപാട് നേരം എടുക്കാൻ പറ്റില്ല. എന്റെ സ്റ്റോറേജ് ഇപ്പൊ കരയും. വിളിക്കുമ്പോ വിളിക്കും. അതെങ്ങനെ ഗൈസ്? ബാക്കി വീഡിയോ നിങ്ങൾ പോയിട്ട് എവിടെ പോയി കാണാം. എനിക്ക് മമ്മി ഗൈസ് എന്റെ എല്ലാ ചെരുപ്പ് എന്റെ പട്ടി കടിച്ചു പോയിട്ട്. ഈ വീട്ടിലേ വല്ല പട്ടി ഇങ്ങോട്ടൊക്കെ 2 പട്ടി ഉണ്ട്. അതിന് കൂടാതെ വേറെ 2 പട്ടി കൂടി വന്നിട്ട് എല്ലാ ചെരുപ്പിന്റെ ഓരോ ചെരുപ്പുള്ളൂ കേട്ടോ. ഇന്റെ ചെരുപ്പ് പുതിയത്. ഇത്രയും ദിവസം എന്റെ മാത്രമേ കടിച്ചിട്ടുണ്ടായുള്ളൂ. ഇന്നത് അമ്മമ്മയുടെ ചെരുപ്പിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കാണാൻ കൂടി ഇല്ല. എന്താ ഈ പട്ടുകൾക്ക് ഒരു പണിയില്ല. ചതിച്ചു. അരവണ വേണോ ഗൈസ്? ആ കൈ എടാ നിക്കടാ, മമ്മി എന്തൊക്കെയോ ചെയ്തു. നമ്മളെ വിളിച്ചില്ല. നമ്മളെ എന്നെയും ശംഭുവിനെയും കൂടി എന്താ എവിടേക്കോ വിട്ടെന്നറിയോ? കറിവേപ്പില വിട്ടു. കറിവേപ്പില എന്തൊക്കെ ചെയ്തെന്ന് ഇതൊക്കെ ഇവിടെ. ഈ സാധനം ഇട്ടു, അതുണ്ടായത്. എന്താ ആവി ഇതിലേക്ക് പിടിക്കുന്നത്? പിന്നെ അതിലേക്ക് ഇങ്ങനെ വിട്ടു പിടിക്കും. ഞാൻ ഇത് പിടിക്കും. കുട്ടി അത് തുടക്കി ക്യാമറ ചോദിക്കി. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ടു. പിന്നെ നമ്മള് ചതച്ച് വെച്ച സാധനം ഇല്ലേ, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറുള്ളി കൂടി ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടു. പിന്നെ 2 ഉണക്കമുളക് വെറുതെ ക്രഷ് ചെയ്തിട്ട് അതോട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കുക. ഇതായതിനു ശേഷം നമ്മള് കപ്പിടുക. അപ്പൊ ഞാൻ വിളിക്കാം. പോക്കോ. ഓക്കെ, ബൈ ഗൈസ്. ഓക്കെ, നമ്മുടെ മമ്മി ഇവിടെ എന്താ ചെയ്യണേ? ഞാനൊരു ജ്യൂസ് അടിച്ചു കുടിക്കും. ഞാൻ രാവിലെ ജ്യൂസ് കുടിക്കലുണ്ട്. മമ്മി എനിക്കും തരാറുണ്ട് കേട്ടോ. ഒന്ന് കുടിച്ചില്ല. ഞാൻ ചിയ സൈഡ് ഇടത്തെ കുടിക്കുക, ബാബുട്ടിക്ക് അത് ഇടാതെ ഞാൻ കൊടുക്കും. ഓക്കെ, കള്ളി. ആ ചിയ സൈഡ് കള്ളി. യു കള്ളി. ചേച്ചി കോൾസ് മമ്മിക്ക് കോൾസോട് കോൾസ് നമുക്കുള്ള മെരട്ടാട്ടോ. എവിടെയാടി നീ? ഹലോ, എന്താണ്? നീ ഒന്നും വരണ്ട. ഈ ഗൾഫിൽ നിന്നാണല്ലേ വരവ്. നീ വെച്ചിട്ട് വരാൻ നോക്കണ സമയത്ത് റെഡി. പേടിച്ചേ. ഫോൺ അവിടെയാ. മുടി അയച്ചിട്ട് വിചാരിക്കണ്ട. എന്റെ തലയിൽ സാധനം നിക്കില്ല കൊറേ നേരം. ഇപ്പൊ തനിയെ ഇറങ്ങി വരും. ഓക്കെ,
കുരുള്ളവർ നഖം വളർത്താൻ പാടില്ല. എന്തിനിപ്പോ എന്തിനാ തന്നെ? അവള് വിളിച്ചപ്പോ വലിയ ചാട. അതെങ്ങനെ എടുക്കുക? ഞാൻ മിരട്ടി വിട്ടിരിക്കല്ലേ, ഇപ്പൊ എടുക്കില്ലേ. ഗൈസ് ഞാൻ മമ്മിയുടെ ഈ സംഭവം കാണിച്ചാൽ നല്ല രസം കാണാൻ. കണ്ടു ഗൈസ്, ഇത് നിങ്ങൾ കാണുന്ന പോലെ അല്ല. അങ്ങോട്ട് നോക്കി, പാൽക്കപ്പ എന്ന് പറഞ്ഞ വെള്ള കളറാണ്. ഇത് ഇങ്ങനത്തെ കളറാവാൻ കാരണം മാമി കുറച്ച് മുളക് പൊടി ഇട്ടു. ഫ്ലെക്സ് ഇല്ലേ, അത് ഞാൻ ഇതിൽ പൊടിച്ചിട്ടിട്ടുണ്ട്. ഉണ്ണിമാ പേടിക്കൊന്നും വേണ്ട. ഒരു ഈന്തപ്പഴം വാങ്ങിച്ചിട്ട് വരുമോ? ഞാൻ വെച്ചു അമ്മി. ആ എന്നാ വേണ്ട, നാളെ ഞാൻ ജിമ്മിന് മുമ്പ് വാങ്ങിക്കോളാം. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. എൻ്റെ കുരു പോകുന്നില്ല. ഞാനിപ്പോൾ കുരു പോകേണ്ട ട്രീറ്റ്മെൻറ്റിലാണ്. ഐ മീൻ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ വേപ്പില. ഗൈസ് മൈ സ്റ്റോറേജ് ഈസ് ഡെഡ് ഗൈസ്. ഒരു വെയിറ്റ് ഇല്ലേ, വേഗം വന്ന സ്റ്റോറേജ് ഇല്ല. ഇപ്പൊ ഓപ്പം വേഗം വന്ന് കയറിക്കോ. എവിടെയായിരുന്നു നീ? പേടിച്ചു ഗൈസ്. പാവപ്പുള്ള എന്തൊരു പുത്രി. ബൈ. ഓക്കെ അല്ല പൊക്കോ. എങ്ങനെയുണ്ട്? വേണ്ട എങ്ങനെയുണ്ട് ഉണ്ണി? ബീഫ് ഞങ്ങൾ മേടിച്ചു ഗൈസ്. ഓക്കെ, എങ്ങനെയുണ്ട് ഉണ്ണി? ഞാൻ ബീഫ് കഴിച്ചില്ല. ബൈ പറ ഉണ്ണി. ബൈ. ബീഫ്